ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് കുട്ടികൾക്കായി ഒരു ചെറിയ കഥ. ആനയെ ഭക്ഷിച്ച ഗരുഡൻ. ഇതാണ് കഥ. കശ്യപന് വിനതയിൽ ജനിച്ച പുത്രനാണ് ഗരുഡൻ. ഒരു പന്തയത്തിൽ തോറ്റ വിനത കദ്രുവിൻ്റെ ദാസിയായി കഴിയുകയായിരുന്നു. ദാസ്യം ഒഴിയണമെങ്കിൽ ദേവലോകത്ത് നിന്ന് അമൃത് കൊണ്ടുവന്ന് കദ്രുവിനും മക്കൾക്കും കൊടുക്കണം. അമൃത് കൊണ്ടുവരുവാൻ ഗരുഡൻ ആകാശത്തേക്ക് പറന്നുയർന്നു. വഴിക്ക് ഗരുഡന് വല്ലാത്ത വിശപ്പ് അനുഭവപ്പെട്ടു. അവൻ ഗന്ധമാദന പർവ്വതത്തിൽ ഇറങ്ങി. അവിടെ തപസ് ചെയ്യുകയാണ് ഗരുഡൻ്റെ അച്ഛൻ കശ്യപൻ. അച്ഛാ, വിശപ്പിന് എന്തെങ്കിലും തരണം, ഗരുഡൻ ആവശ്യപ്പെട്ടു. കുഞ്ഞെ, പണ്ട് ഒരു മുനി ഇവിടെ താമസിച്ചിരുന്നു. വിഭാസു എന്നാണ് അയാളുടെ പേര്. അയാളും അനുജനും തമ്മിൽ സ്വത്തിനെ സംബന്ധിച്ച് വലിയ കലഹമുണ്ടായി. വിഭാസു അനുജനെ ശപിച്ച് ഒരു ആനയാക്കി മാറ്റി. അപ്പോൾ അനുജൻ ജ്യേഷ്ഠനെ ശപിച്ച് ഒരു ആമയാക്കി. എന്നിട്ട് ഒരു തടാകത്തിൽ ആ ആമയും ആനയും ഇന്നും ശത്രുക്കളായി കഴിയുകയാണ്. ആ തടാകമാണ് ഇവിടെ സമീപത്തുള്ളത്. നീ അവരെ ഭക്ഷിച്ചാൽ നിനക്ക് ദേവന്മാരോട് യുദ്ധം ചെയ്ത് വിജയിച്ച് അമൃത് കൈക്കലാക്കാൻ കഴിയും. കശ്യപൻ മകന് അമൃത് കൈവശം ആക്കാനുള്ള മാർഗം പറഞ്ഞു കൊടുത്തു. അത് കേട്ടപ്പോൾ ഗരുഡൻ തടാകത്തിൽ എത്തി. ആനയെയും ആമയെയും തൻ്റെ നഖങ്ങളിൽ കോർത്ത് പൊക്കിയെടുത്ത് അവൻ ആകാശത്തേക്ക് പറന്നുയർന്നു. ഗരുഡൻ്റെ ചിറകടി കേട്ട് പർവ്വതങ്ങൾ വിറച്ചു. ആകാശത്ത് കൊടുങ്കാറ്റുണ്ടായി. സ്വസ്ഥമായിരുന്ന് ആനയെയും ആമയെയും ഭക്ഷിക്കണം. ഗരുഡൻ അതിന് പറ്റിയ സ്ഥലം അന്വേഷിച്ച് പറന്നു നടന്നു. അവസാനം 100 യോജന വിസ്തീർണമുള്ള ശിഖരങ്ങൾ പടർന്നു നിൽക്കുന്ന ഒരു വടവൃക്ഷം ഗരുഡൻ കണ്ടെത്തി. ഗരുഡൻ അതിൻ്റെ ഒരു കൊമ്പിൽ ചെന്നിരുന്നു. അപ്പോൾ ആനയുടെയും ആമയുടെയും ഭാരം കൊണ്ട് ആ കൊമ്പ് ഒടിഞ്ഞു. ആ സമയത്ത് ആ കൊമ്പിൽ 2 മുനിമാർ തല കീഴായി തൂങ്ങിക്കിടന്ന് തപസ് ചെയ്യുന്നുണ്ടായിരുന്ന ഒരു മരക്കൊമ്പാണത്. അതിനാൽ അത് താഴെ വീണാൽ മഹാശാപം ഉണ്ടാകും. അതൊഴിവാക്കാൻ ഗരുഡൻ ആ മരക്കൊമ്പും കൊത്തിയെടുത്ത് കൊണ്ട് പറക്കാൻ തുടങ്ങി. ആ വലിയ വൃക്ഷശിഖരം കൊണ്ടുവയ്ക്കാൻ സ്ഥലം കാണാതെ ഗരുഡൻ വളരെയധികം വിഷമിച്ചു. ഗരുഡൻ വീണ്ടും പറന്ന് അച്ഛൻ്റെ അടുത്തെത്തി. അദ്ദേഹം അപേക്ഷിച്ചതനുസരിച്ച് മുനിമാർ ഹിമാലയത്തിലേക്ക് ഇറങ്ങിപ്പോയി. മരക്കൊമ്പ് നിക്ഷേപിക്കാൻ വേണ്ടത്ര വിശാലമായ ഒരു പർവ്വതം അച്ഛൻ ഗരുഡന് കാണിച്ചു കൊടുത്തു. ഗരുഡൻ ആ പർവ്വതത്തിൽ ചെന്നിരുന്ന് ആനയെയും ആമയെയും ഭക്ഷിച്ച് ശക്തിമാനായി. അങ്ങനെ അമൃത തേടി ദേവലോകത്തേക്ക് യാത്ര തിരിച്ചു. ഇതാണ് കഥ. ഓം നമോ ഭഗവതേ വാസുദേവായ.